നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കേസ് CBIക്ക് വിടുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ആശങ്കയോടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണിത്. പക്ഷേ അതിനിടയിലാണ് മറ്റു ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങൾ പല ആളുകളും ഉന്നയിക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്, അങ്ങനെ പല ആളുകളും ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ കുടുംബം യഥാർത്ഥത്തിൽ ഈ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് നടന്നതിന് എന്തെങ്കിലും തെളിവ് പോലീസിൻ്റെ കയ്യിലുണ്ടോ? അതായത് വീഡിയോഗ്രാഫി ഉൾപ്പെടെയുള്ള കാര്യമാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒരു സംശയം കുടുംബത്തിനുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിക്കണം, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ തങ്ങൾക്ക് വേണം എന്നുള്ള നിലയിൽ അവരൊരു ആവശ്യം ഉന്നയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ എന്താണ്? പാർത്ഥ, എനിക്ക് തോന്നുന്നു, എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സാധാരണ പോസ്റ്റ്മോർട്ടം ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്ന ആളുകളുടെ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ വീഡിയോ ആയി ചിത്രീകരിച്ച് അതിന്റെ ഫയലുകൾ സൂക്ഷിക്കുമെന്നാണ് പറയുന്നത്. പിന്നീട് അത് കോടതി ആവശ്യപ്പെട്ടാൽ കോടതിയിൽ ഹാജരാക്കണം എന്നുള്ള ചില നിയമങ്ങളൊക്കെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു പരിമിതമായ അന്വേഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വിദഗ്ധരുണ്ട് എങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അങ്ങനെ കാര്യങ്ങളുണ്ട്. ഇവിടെ ആവർത്തിച്ച് കുടുംബവും നവീൻ ബാബുവിനെ അറിയാവുന്നവരും ഒക്കെ പറയുന്നത് പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല എന്നുള്ളതാണ്. പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ട് എങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തതയുണ്ടാകും. ഈ പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തതയില്ല. കാരണം രക്തക്കറ അത് കൃത്യമായി ഏത് ഭാഗത്താണ്, എങ്ങനെ ആ രക്തക്കറ വന്നു എന്നതിന് തെളിവുകളിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ പാർത്താൻ 5 കാര്യങ്ങളാണ് കോടതിയിൽ നവീൻ ബാബുവിന്റെ കുടുംബം ഉന്നയിച്ചതായി പറയുന്നത്. മരണസമയത്തുണ്ടാവുന്ന ചില പാടുകൾ, അത്തരം പാടുകൾ നവീൻ ബാബുവിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. മരിച്ചു കിടക്കുന്ന ഈ നിലത്ത് കിടത്തി കഴിയുമ്പോൾ ഇങ്ങനെ വിരളമർത്തുമ്പോൾ ഉണ്ടാവുന്ന ചില മാറ്റങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തതയില്ല. കയറുമായി, ഈ തൂങ്ങാൻ ഉപയോഗിച്ച കയർ 25 സെന്റിമീറ്റർ ആ കയറിന് ഉണ്ടായിരുന്നുള്ളൂ. 33 സെന്റിമീറ്ററോ 35 സെന്റിമീറ്ററോ വേണം. അതിൽ കൃത്യമായ വ്യക്തതയില്ല എന്ന് പറയുന്നു. അപ്പോ ഈ ഒരുപാട് സമയം നിലത്ത് കിടത്തിയതിന് ശേഷമാണ് തൂങ്ങിയിരിക്കുന്നത് എന്നുള്ളതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി പുറത്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് കുടുംബം ഈ കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണം, CBI തന്നെ അന്വേഷിക്കണം എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനായി മുന്നോട്ട് വരുന്നത്. കഴിഞ്ഞ ദിവസം ഈ പോലീസ് സർജനായ പ്രജിത്ത്, നമുക്ക് പ്രജിത്തിനെതിരെ നിരവധി സർജന്റെ വാദങ്ങളൊക്കെ പൊളിയുന്നതാണ്. സർജൻ പറഞ്ഞത് ശരിയാണോ? കാരണം ഈ കട്ട സഖാവാണ് ഈ പോലീസ് സർജൻ എന്ന് പറയുന്ന പ്രജിത്ത്. അദ്ദേഹം സർവകലാശാല കലാതിലകമൊക്കെ ആയിരുന്നു. അപ്പൊ അദ്ദേഹം ഈ മരണത്തിന് ശേഷം ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പങ്കുവച്ച ഷോർട്ട് വീഡിയോസ് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അതായത് കഥകളി കലാകാരനായ പ്രജിത്ത് പോസ്റ്റ്മോർട്ടം നടത്തുന്നു. പിന്നീട് ആദ്യം പച്ച വേഷത്തിലായിരുന്നു, അത് സാത്വികമായ ഒരു ഇതായിരുന്നു. പിന്നീട് രൗദ്രത്തിലേക്ക് മാറുന്നു. പിന്നീട് അദ്ദേഹം ശാന്തമായ, അതായത് എന്താ പറയുക, ലാസ്റ്റ് ഒരു കുറ്റബോധത്തിന്റെ ഒരു അവസ്ഥയുണ്ടല്ലോ, തലയിൽ കൈവച്ച് കുറ്റബോധത്തിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പൊ മൊത്തത്തിൽ എവിടെയൊക്കെയോ താൻ ആരെയൊക്കെയോ ചതിച്ചു, അല്ലെങ്കിൽ താൻ ആരുടെയൊക്കെയോ ജീവൻ നിസ്സാരമായി കണ്ടു ചെയ്യിപ്പിച്ചു എന്നുള്ള ഒരു, ആർക്കോ വേണ്ടി താൻ പാവയായി പ്രവർത്തിച്ചു എന്നുള്ള ഒരു കുറ്റബോധം അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് ആ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബത്തിന് കൃത്യമായി അറിയേണ്ടത്. കാരണം ആന്തരിക അവയവങ്ങളുടെ പരിശോധന നടന്നിട്ടില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വ്യക്തമായ റിസൾട്ടൊന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല. മരണ സമയവുമായി ബന്ധപ്പെട്ട തുടക്കത്തിൽ പോലീസ് പറഞ്ഞതല്ല പിന്നീട് പോലീസ് പറഞ്ഞ അതേ സമയം തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട വീഴ്ചകൾ, അതുമായി ബന്ധപ്പെട്ട കുടുംബത്തിന്റെ സംശയം, ഇതൊക്കെ തീരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ടോ എന്നറിയണം. അങ്ങനെ നടന്നിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ ആ വീഡിയോ, പോസ്റ്റ്മോർട്ടം നടന്ന വീഡിയോ ചിത്രീകരിച്ചതിന്റെ തെളിവുകൾ കുടുംബത്തിന് വേണം. അത് കൊടുക്കാൻ സാധിക്കുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് നിയമപരമായ കാര്യങ്ങളാണ്. ആവശ്യപ്പെടാം. അപ്പൊ അത് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ എന്റെ അവകാശം കുടുംബത്തിനാണ്. അപ്പൊ കുടുംബം അത് തീരുമാനിച്ചാൽ കുടുംബം കോടതിയിൽ പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നവീൻ ബാബുവിന്റെ അനിയൻ പ്രവീൺ ബാബു ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇതിന്റെ നിയമവശങ്ങളൊക്കെ കൃത്യമായി അറിയാം. അങ്ങനെയാണ് എങ്കിൽ ഈ ദൃക്സാക്ഷിയായി വീണാമണി പറഞ്ഞിരിക്കുന്നത് ദിവ്യ ഇതിൽ ഡമ്മിയാണ്, ദിവ്യ ഇതിലേക്ക് കുടുക്കിയതാണ്, ഇതിൽ ഗോവിന്ദനും ഭാര്യയും മകനുമാണ്, അവരുടെ കോൾ ലിസ്റ്റുകൾ പരിശോധിച്ചാൽ ഇതിന്റെ യഥാർത്ഥ പ്രതി ആരാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. മാത്രമല്ല
തൻ്റെ കയ്യിൽ ഒരുപാട് വിവരങ്ങളുണ്ട്. ആ വിവരങ്ങളൊക്കെ മാധ്യമങ്ങളുടെ മുന്നിലൂടെ പറഞ്ഞാൽ അത് ഇവർ തന്നെ അത് ഇല്ലാതാക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് CBI പോലുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർ വന്നാൽ മാത്രമേ വീണാമണി ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറയൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നവീൻ ബാബുവിന്റെ കുടുംബം ഈ വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ട് എങ്കിൽ ചിത്രീകരിക്കണം എന്നുള്ളതാണ് നിയമം എന്ന് പറയുന്നത്. ഈ പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത് തന്നെ ഇവർക്ക് ഇത് ദുരൂഹ മരണമാണ്, ഇതിൽ എന്തോ കള്ളത്തനം നടത്തിയിട്ടുണ്ട്, ആ കള്ളങ്ങൾ മറയ്ക്കാനാണ് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. കുടുംബം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അത് തിരസ്കരിച്ചുകൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് തന്നെ പ്രത്യേകിച്ച് കട്ട സഹാബായ ഒരു പോലീസ് സർജൻ തന്നെ ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ എത്തിയതും ഒക്കെ സംശയത്തിന് ഇടയാക്കുന്നതാണ്. അങ്ങനെയാണ് എങ്കിൽ വെറുതെ പോസ്റ്റ്മോർട്ടം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കി കുടുംബത്തിന്റെ കണ്ണിൽ പൊടിയിടാനായി അല്ലെങ്കിൽ സമൂഹത്തിന്റെയും മാധ്യമങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാനായി ഇവർ നിർമ്മിച്ച ഒരു വ്യാജ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണോ അതെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയെ സമീപിക്കും. ചിത്രീകരിച്ച വീഡിയോ ഞങ്ങൾക്ക് കാണണം, അല്ലെങ്കിൽ കോടതി അത് കണ്ട് വിലയിരുത്തുകയെങ്കിലും വേണം. കാരണം CBI അന്വേഷണത്തിൽ നിങ്ങൾക്ക് CBI അന്വേഷണം വേണമെന്ന് പറയാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കുടുംബത്തിന് പറയാം, ഈ പോസ്റ്റ്മോർട്ടം നടന്നതായി ഞങ്ങൾക്ക് വിശ്വാസമില്ല, പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോ അത് ഞങ്ങളെ കാണിക്കാൻ തയ്യാറായിട്ടില്ല എങ്കിലും കോടതി അത് കണ്ട് കൃത്യമായി പരിശോധന നടത്തണം. കോടതി അത് കൃത്യമായി ബന്ധപ്പെട്ട ഇതിൽ വിദഗ്ധരായ ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് അതിൽ കൃത്യമായ പരിശോധന നടത്തണമെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയെ അറിയിച്ചാൽ തീർച്ചയായിട്ടും കോടതിക്ക് അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം പോസ്റ്റ്മോർട്ടം നടത്താത്ത ഒരു ബോഡിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ബോഡിയിൽ ഒരു ദുരൂഹ മരണത്തിന്റെ സാധ്യതകളെല്ലാം വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുമ്പോൾ എങ്ങനെയാണ് പോലീസ് സർജൻ അതൊരു ദുരൂഹ മരണമല്ല, അതൊരു ആത്മഹത്യയാണ് എന്ന് ഇത്ര ഉറപ്പിച്ചു പറയുന്നത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ട വിദഗ്ധരെല്ലാം പറയുന്നുണ്ട് അതൊരു ദുരൂഹ മരണം തന്നെയാണ് എന്നുള്ളത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ സർജൻ പറയുന്നത് ദുരൂഹ മരണമല്ല എന്ന്? കുടുംബം തന്നെ ആരോപിക്കുന്നുണ്ട് ഇതൊരു ദുരൂഹ മരണമാണ്, കെട്ടിത്തൂക്കി കൊന്നതാണ്, സ്വയം അല്ലെങ്കിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തതല്ല, അത്തരത്തിലുള്ള കാരണങ്ങളൊന്നും അദ്ദേഹത്തിനില്ല. ദിവ്യ ചിലപ്പോൾ നിരപരാധിയായിരിക്കാം, ദിവ്യയുടെ ഒരു വാക്കുകൊണ്ടായിരിക്കില്ല അദ്ദേഹം മരിച്ചത്. പക്ഷെ ഇതിന് പിന്നിൽ വലിയ ഭൂമാഫികളുമായുള്ള ബന്ധമുണ്ട്. ഇതിന്റെ പിന്നിൽ ഈ ദൃക്സാക്ഷി ആരോപിച്ചതുപോലെ ഗോവിന്ദന്റെയും ഭാര്യയ്ക്കും മകനും പങ്കുണ്ടെങ്കിൽ അതും തെളിയിക്കപ്പെടുക തന്നെ വേണം. അതിന് ഈ പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണം. അതറിയണമെങ്കിൽ ആ പോസ്റ്റ്മോർട്ടം നടന്ന സമയത്ത് ചിത്രീകരിച്ച വീഡിയോ പുറത്തു വരണം. അല്ലെങ്കിൽ പുറത്തു വരിക എന്ന് പറയുന്നത് പൊതുസമൂഹത്തിലേക്ക് വരണമെന്നല്ല, കോടതി അത് കൃത്യമായി നിരീക്ഷിച്ച് അതിൽ വ്യക്തത വരുത്തണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിലൂടെ മാത്രമേ കുടുംബത്തിന് നീതി കിട്ടൂ. CBI അന്വേഷണം എന്നുള്ള ഒരു ആവശ്യം കുടുംബം ഉന്നയിക്കുന്നതിൽ അർത്ഥമുണ്ടാകും. ഏതെങ്കിലും തരത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി CBI അന്വേഷണം വേണ്ട എന്നാണെങ്കിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം നിർബന്ധമായും സുപ്രീം കോടതിയിൽ പോവണം എന്നാണ് എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം അതിന് ഒരുപാട് കാരണങ്ങൾ പുറകിലുണ്ട്.